ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന ഭാഗമാണ്. ഇതിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയും അതിലെ ആശയങ്ങളും നോക്കിയാലോ? ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത്തിരി പൂവേ കുരുന്നുപൂവേ. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി, പക്ഷിയെ നോക്കി നിൽക്കുന്ന കുട്ടി, ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ, മഴവെള്ളം മണ്ണിൽ മറയുന്നു. ഇങ്ങനെ ഈ ഒരു ചിത്രം കാണുമ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഇഷ്ടപ്പെട്ട കാഴ്ചകൾ, അതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ ചിന്തിക്കുവാനും വാക്കുകളും വാക്യങ്ങളും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഈ ആക്ടിവിറ്റീസ്. അപ്പോൾ എഴുതിയതിന് ശേഷം അച്ഛനെയും അമ്മയെയും കാണിച്ച് തെറ്റ് തിരുത്തുമല്ലോ അല്ലേ? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? ഇതുപോലെ നിങ്ങളും ചിന്തിച്ച് വാക്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. ചുവടെ കുറച്ച് വാക്യങ്ങൾ നൽകാം. വാക്യങ്ങൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വളരെ സിമ്പിളായി എഴുതാവുന്ന കുറച്ച് വാക്യങ്ങളാണ്. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീഴണം, ചെടികളും മരങ്ങളും നന്നായി വളരണം, പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കണം, എല്ലാവരും മണ്ണിനെ സംരക്ഷിക്കണം, മണ്ണ് എപ്പോഴും പച്ചപ്പും ജീവനും നിറഞ്ഞതായിരിക്കണം. ഇനി മറ്റൊരു രീതിയിൽ വാക്യങ്ങൾ എഴുതി നോക്കാം. മഴത്തുള്ളികൾ മണ്ണിലേക്ക് പതിക്കുമ്പോൾ ആ മണ്ണിൽ നിന്നും പുതിയ ചെടികൾക്കും പൂക്കൾക്കും ജന്മം നൽകാൻ തനിക്കാകുമല്ലോ എന്ന് മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയും പ്രകൃതി എപ്പോഴും പച്ചപ്പോടെ നിലനിൽക്കുകയും വേണം എന്നും മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നല്ല നല്ല വാക്യങ്ങൾ എഴുതി ചേർക്കാം. ഇനി മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത നമുക്ക് ഈണത്തിൽ ചൊല്ലി നോക്കാം. പുസ്തകത്തിലെ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി ശേഷം ഒപ്പം ചൊല്ലി നോക്കുക. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി നീർമലരുകൾ, രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ, പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ, പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. എഴുതിയത് പി മധുസൂദനൻ, ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതയിൽ നിന്നും. ഇനി കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാലോ? കവിതയുടെ പേര് മണ്ണിൻ്റെ കിനാവുകൾ. കിനാവുകൾ എന്നാൽ സ്വപ്നങ്ങൾ, മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്നാണ് അർത്ഥം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. മുക്കുറ്റി ചെടി കണ്ടിട്ടുണ്ടാകും അല്ലേ? അതിന് നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് അല്ലേ? പൊന്നെന്നാൽ സ്വർണ്ണം അല്ലേ? അപ്പോൾ സ്വർണത്തിന്റെ നിറത്തിലുള്ള വെയിലിൽ കുരുത്ത മുക്കുറ്റി. കുരുത്ത എന്നാൽ ജനിച്ച എന്നാണ് അർത്ഥം. ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിലെ പദപരിചയത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന എന്ന അർത്ഥവും ഉണ്ട്. അപ്പോൾ സ്വർണത്തിന്റെ നിറമുള്ള വെയിലിൽ ജനിച്ച മുക്കുറ്റികൾ എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. തുമ്പച്ചെടിയുടെ പൂവ് എന്ത് നിറമാണ്? വെളുത്ത നിറമാണല്ലേ? പൂനിലാവ്, പൂവ് പോലെയുള്ള നിലാവ് നുകർന്ന പൂത്തുമ്പകൾ.
മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. പൂനിലാവ് എന്നാൽ പൗർണമി ദിവസത്തെയും പൂനിലാവെന്ന് പറയും. അതായത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം. അന്നത്തെ പ്രത്യേകത എന്താണ്? നല്ല പ്രകാശമാണല്ലേ ചന്ദ്രന്. നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിലും രാത്രിയിൽ നല്ല വെളിച്ചം കാണാം. എല്ലാം വൃത്തിയായിട്ട് നമുക്ക് മുറ്റത്തിറങ്ങിയാലും കാണാൻ പറ്റും. നല്ല വെളിച്ചമാണ്. അപ്പോൾ ആ ഒരു പൂനിലാവ് നുകർന്ന പൂത്തുമ്പകളാണ്. നുകർന്ന എന്നാൽ ആസ്വദിച്ച എന്നർത്ഥം. കുടിച്ച എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. തേൻ നുകർന്ന പൂമ്പാറ്റ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ ഇവിടെ നിങ്ങളുടെ പദപരിചയത്തിൽ ആസ്വദിച്ച എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പൂത്തുമ്പകൾ എന്താണ്? ആ പൂനിലാവിനെ നുകരുകയാണ്, ആസ്വദിക്കുകയാണ് അല്ലെ. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. ജമന്തി പൂക്കളുടെ നിറം എന്താണ്? മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ കാണാറുണ്ടല്ലേ. ഓണത്തിന് പൂവിടാനും പൂക്കടകളിൽ മാലകളൊക്കെ കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ. സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയം. ആ സമയത്ത് ആകാശം കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഓറഞ്ച് മഞ്ഞ നിറങ്ങളിലൊക്കെ ആയിരിക്കും ആകാശം. ആ സന്ധ്യ എന്താണ്? നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ. അതായത് നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത്. ലാളിക്കുക എന്നാൽ ഓമനിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചന്തം എന്നാൽ ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ള അർത്ഥമാണ്. അതായത് സന്ധ്യ സ്വന്തം നെഞ്ചോട് ചേർത്ത് സ്നേഹത്തോടെ വളർത്തിയതുപോലെ അതിന്റെ മുഴുവൻ ഭംഗിയും ആ ചന്തവും ജമന്തി പൂക്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന ആശയമാണ് ഈ വരിയിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇവിടെ കോളാമ്പി പൂക്കളെ മഞ്ഞ നക്ഷത്രത്തോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. കോളാമ്പി പൂവിന്റെ നിറം മഞ്ഞ നിറമാണല്ലേ. ഒരു നീളമുള്ള തണ്ടും 5 ഇതളുകളായിട്ടാണ് ആ പൂവുള്ളത്. അതുപോലെ മഞ്ഞ നക്ഷത്രം എന്നതുപോലെ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞു നിൽക്കുകയാണ്. മഞ്ഞ് അണിയുക, അണിയുക എന്നാൽ ധരിക്കുക അല്ലെങ്കിൽ ചൂടുക എന്നുള്ള അർത്ഥമാണ്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. പനിനീർ മലർ എന്ന് പറയുന്നത് റോസാപ്പൂക്കളാണ് അല്ലേ. അതിനെന്താ പ്രത്യേകത? നല്ല മണമാണ്, പല നിറങ്ങളിലായിട്ട് നല്ല സുഗന്ധമാണ് പനിനീർ പൂക്കൾക്ക്. കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും. സുഗന്ധം എന്നാൽ നല്ല ഗന്ധം, നല്ല മണമുള്ള പൂക്കളാണ് അല്ലെ റോസാപ്പൂക്കൾ. അപ്പോൾ കാറ്റിലേക്ക് സുഗന്ധം എപ്പോഴും ചേറ്റി നിൽക്കുക. ചേറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ പരത്തുക എന്നുള്ള അർത്ഥമാണ്. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. മുല്ലപ്പൂക്കൾ ഉണ്ടാകുന്നത് രാത്രിയിലാണ് അല്ലെ. അത് വിരിയുന്നത് രാത്രിയിലാണ്. അതുകൊണ്ടാണ് രാത്രി പെറ്റു എന്ന് പറയുന്നത്. രാത്രി പ്രസവിച്ചു എന്നുള്ള അർത്ഥം. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ചെന്താര എന്ന് ഉദ്ദേശിക്കുന്നത് ചെം എന്നാൽ ചുവപ്പ്, താര എന്നാൽ പൂക്കൾ എന്നുള്ള അർത്ഥമാണ്. ഈ ചെന്താര എന്ന് പറയുന്നത് കൃഷ്ണ കിരീടമാണ് കേട്ടോ. തട്ടുതട്ടായിട്ടുള്ള ഒരു റെഡ് കളറുള്ള ഫ്ലവറാണ്. ആ പൂവിനെ രാജമുദ്രയണിഞ്ഞതായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. രാജാവിന്റെ മുദ്ര. മുദ്ര എന്നാൽ അടയാളം. എന്താണ്? കിരീടമാണല്ലേ. അപ്പോൾ ആ ഒരു കിരീടത്തിന്റെ ഷേപ്പിലാണ് ആ പൂവുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. വാടാമലരുകളുടെ ഒരു ഷേപ്പ് ഉരുണ്ടുരുണ്ടാണ് അല്ലെ. അപ്പൊ മുകളിൽ നോക്കുമ്പോൾ ഒരു കുങ്കുമ പൊട്ടുപോലെ തോന്നും. അപ്പോൾ ഭൂമി ചൂടിയ ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ തൂമയേറിടും. തൂമ എന്നാൽ ഭംഗി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വാടാമലരുകൾ. പൂക്കൾ എത്രയോ പൂക്കളി ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. എത്ര തരം പൂക്കളാണല്ലേ ഈ ഭൂമിയിലുള്ളത്. കവി കുറച്ച് പൂക്കളുടെ പേരുകളാണ് എടുത്തു പറഞ്ഞത്, അല്ലാതെ എത്രയോ തരം പൂക്കളുണ്ട് എന്ന് അതിശയോക്തിയോടെ പറയുകയാണ്. പൂക്കൾ എന്താണ്? ഭൂമിയുടെ മക്കളായി പിറക്കുകയാണ് നിത്യവും. നിത്യവും എന്നാൽ ദിവസവും. എല്ലാ ദിവസവും പൂക്കളൊക്കെ വിരിയുന്നുണ്ടല്ലേ. അപ്പോൾ പൂക്കൾ എന്താണ്? ഭൂമിയുടെ മക്കളായിട്ടാണ് ഇവിടെ പറയുന്നത്. പിറക്കുക എന്നാൽ ജനിക്കുക എന്നുള്ള അർത്ഥം. നീലവാനം മിഴികളിലുള്ളവർ. നീലവാനം, വാനം എന്നാൽ ആകാശം, നീല നിറത്തിലുള്ള ആകാശം. മിഴികളിലുള്ളവർ, മിഴി എന്നാൽ കണ്ണ്. അപ്പോൾ പൂക്കളെല്ലാം ആകാശത്തേക്ക് നോക്കിയല്ലേ നിൽക്കുന്നത്, വിരിയുന്നത്. അപ്പോൾ ആ കണ്ണില്, പൂക്കളുടെ കണ്ണുകളിൽ എന്താണ്? നീലവാനമുണ്ട്. അതുപോലെ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. നീർക്കണം, നീരെന്നാൽ വെള്ളം, ജലം എന്നുള്ള അർത്ഥം. ജലത്തിന്റെ തുള്ളിയാണ് നീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? മാല ചാർത്തുന്നവരാണ്. മഞ്ഞുതുള്ളി ആവട്ടെ മഴത്തുള്ളി ആവട്ടെ ഇതെല്ലാം പൂക്കളിൽ വന്ന് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും അല്ലെ. അതുപോലെ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. എത്ര ചൂട് വന്നാലും എന്താണ്? അവർ വാടാതെ നിൽക്കും അല്ലെ. അതുപോലെ ഏതിരുട്ടിലും മന്ദഹസിക്കും. വിടർന്ന് നല്ല ഭംഗിയായിട്ട്, പേടിയൊന്നുമില്ല, മന്ദഹാസം, പുഞ്ചിരിയോടെ ഏതിരുട്ടിലും പൂക്കൾ ഉണ്ടാവും, നിൽക്കും എന്നാണ് പറയുന്നത്. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ മണ്ണിന്റെ എന്താണ്?
ഓമൽ കിനാവുകളാണ് അല്ലേ? അതായത് മണ്ണിന്റെ സുന്ദരമായ സ്വപ്നങ്ങൾ. കിനാവുകൾ എന്നാൽ സ്വപ്നങ്ങൾ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ പൂക്കൾ ജീവന്റെ എന്താണ്? പ്രേമ പ്രതീക്ഷകളാണ്. അതായത് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് പൂക്കൾ എന്നാണ് ഇവിടെ കവി സമ്മറൈസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മണ്ണിന്റെ കിനാവുകൾ എന്ന ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാവും. അപ്പോൾ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു കവിത ചൊല്ലിപ്പഠിക്കുക, 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. താങ്ക്